ലണ്ടനിൽ നിന്നും 200 മൈൽസ് അകലെ ലണ്ടനെ പോലത്തെ തന്നെ ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. ദിസ് ഈസ് യോർക്ക് ഗൈസ്. ഹാരി പോട്ടറിന്റെ തെരുവീതികളെ വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള സ്ട്രീറ്റ്സ് ആണ് അവിടെ ഉള്ളത്. 1300 വർഷം പഴക്കം ചെന്ന ബിൽഡിങ്ങുകൾ, റോമൻ വാൾസ്, അതുപോലെ ഹിസ്റ്റോറിക് പ്ലേസസ്, അങ്ങനെ ഒരുപാട് എല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. വെൽക്കം ടു യോർക്ക്. യോർക്കിൽ വന്നാൽ യോർക്ക് ചുറ്റി കാണാനായിട്ട് ഇങ്ങനത്തെ ട്രാംസ് ഉണ്ട്. ഇത് ജസ്റ്റ് നമുക്ക് കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിറ്റി മൊത്തം കറങ്ങി കാണാം. അതുപോലെ സിറ്റി ബസ്സുകളുണ്ട്, ഇങ്ങനെ ടൂറിസ്റ്റ് ബസ്സുകളുണ്ട്. അങ്ങനെ ഒരു ടൂറിസ്റ്റ് ഫ്രണ്ട്ലി പ്ലേസ് ആണ് ഗൈസ്. നമുക്ക് മൊത്തം തിരക്ക് കാണാം. ഇവിടെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ യോർക്കിൻ്റെ തന്നെ ലാൻഡ്മാർക്കായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. ലാൻഡ്മാർക്ക് ഓഫ് ദി യോർക്ക് മിനിസ്റ്റർ. യോർക്കിൻ്റെ ലാൻഡ്മാർക്ക് എന്നറിയപ്പെടുന്ന ചേർച്ചിന് മുന്നിലാണ് നമ്മളുള്ളത്. ഇത് ജസ്റ്റ് ഒരു ചേർച്ച് മാത്രമല്ല, 1300 വർഷം മുന്നേ ഉള്ള ക്രിസ്ത്യൻ റിലീജിയൻ്റെ ഒരു സിമ്പൽ കൂടിയാണ്. ഇതിൻ്റെ ആർക്കിടെക്ചറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പഴയ ആൾക്കാരുടെ വർക്കും അതൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. 13th സെഞ്ച്വറിയിലുള്ള ഇത് ഇപ്പോഴും നിലനിൽക്കുന്നത് തന്നെ വളരെ വലിയ അത്ഭുതം തന്നെയാണ് ഗൈസ്. കാണുന്നത് ഒരു ഹോം മെയ്ഡ് റെസ്റ്റോറൻ്റ് ആണ്. ടേസ്റ്റി ഹോം മെയ്ഡ് ഫുഡ്. പോർക്കാണ് ഗൈസ്. പോർക്ക്, റോസ്റ്റ് പൊട്ടാറ്റോസ്. ഇതൊരു ലെമൺ ഷോപ്പാണ്. നമുക്ക് നാരങ്ങ വെള്ളം കിട്ടും. 3 പൗണ്ട് കൊടുത്താൽ മതി. Hello, you are invited to the ghost hunt. ഇത്രയും തിരക്ക് ഈ കടയുടെ മുന്നിൽ എന്താണെന്നറിയോ? യെസ്, ഗോസ്റ്റിനെ മേടിക്കാൻ വന്ന ആൾക്കാരാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ ഗോസ്റ്റ് സെല്ലിംഗ് ഷോപ്പാണ് ഈ കാണുന്നത്. ഇത് ഷാംബിൾസിനോട് ചേർന്ന് കിടക്കുന്ന മാർക്കറ്റാണ്, ഷാംബിൾസ് മാർക്കറ്റ്. പോർക്കുണ്ട്. ഇതൊക്കെ സ്ക്യൂവേഴ്സിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ലാമ്പ്, ക്ലിഫോർഡ്സ് ടവർ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കാസലിൻ്റെ റിമൈൻസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ സിറ്റിയുടെ വ്യൂ എങ്ങനെ ഉണ്ടാവും ഗൈസ്? ഈവനിങ് ഈ പുഴേൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്നു പോകാൻ നല്ല രസമാണ് ഗൈസ്. സൺസെറ്റും അതുപോലെ നല്ല തണുത്ത കാറ്റും ഒക്കെ ഇങ്ങനെ കണ്ടുപോകും. നല്ല ബ്യൂട്ടിയാണ്. തണുത്ത കാറ്റിങ്ങനെ എൻ്റെ ഫേസിലടിക്കുന്നുണ്ട്. എല്ലാം ഇങ്ങനെ ഭംഗിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, അതുപോലെ നമ്മളെ വാക്ക് വേസ് ഉണ്ട്. നമ്മുടെ നാട്ടിലെ മറൈൻ ഡ്രൈവൊക്കെ പോലെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. ഇപ്പോൾ നിർത്തിയിട്ടിരിക്കുന്ന ബോട്ടുകളൊക്കെ കണ്ടില്ലേ? ഇതൊക്കെ ഇവരൊക്കെ ബോട്ടിങ് കഴിഞ്ഞ് നിൽക്കുന്നതാണ്.
പല ടൈപ്പിലുള്ള ബോട്ടുകളുണ്ട്, നീളത്തിലുള്ള ബോട്ടുകൾ, അതുപോലെ കുറച്ചുകൂടി വലിയ സൈസിലുള്ള ബോട്ടുകൾ. ഒരു റിവർ അല്ലെങ്കിൽ ഒരു സീ സൈഡ് എന്നൊക്കെ പറയുമ്പോൾ ഒരു സിറ്റിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ട്രാൻസ്പോർട്ട് ആയാലും അതുപോലെ അവിടുത്തെ വാണിജ്യം ആയാലും എല്ലാത്തിനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് റിവർ. അപ്പോൾ ഈ റിവർ ഈ സിറ്റീനെ പടുത്തുയർത്തയിൽ ഭയങ്കരമായ പങ്ക് വഹിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. മാർക്കർ ടവർ 700 വർഷം പഴക്കം ചെന്നൊരു വോളാണിത്. വോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു വോളല്ല ഗൈസ്. ഈ യോർക്ക് പ്രദേശത്ത് പണ്ട് കാലത്ത് ഇവിടെ സിറ്റിയെ തന്നെ മൊത്തം സംരക്ഷിച്ചുകൊണ്ടിരുന്ന വോളാണിത്. അന്നത്തെ രാജാക്കന്മാർ അവരുടെ സിറ്റിയുടെ സംരക്ഷണത്തിനായിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ള വോൾസാണ്. മനോഹരമായ യോർക്ക് സിറ്റിയിലുള്ള എൻ്റെ യാത്ര അവസാനിച്ചിരിക്കുന്നത് ഈ ഓസ് റിവറിൻ്റെ തീരത്താണ് ഗൈസ്. ഒരു സമാധാനം. സിറ്റിയിൽ കൂടെ നടന്ന് അവിടെ ഹിസ്റ്റോറിക് പ്ലേസസ് കണ്ട് ഹാരി പോട്ടർ സിറ്റിയിലൂടെ നടന്ന് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കണ്ട് ലാസ്റ്റ് എത്തിയിരിക്കുന്നത് ഞാൻ ഈ റിവറിൻ്റെ മുന്നിലാണ്. ഒരു സമാധാനമായ നല്ല തണുപ്പും കാറ്റും ബാക്കിയുള്ള പ്രദേശങ്ങളിൽ നിന്ന് മാറി ഒരു പീസ്ഫുൾ പ്രദേശമാണ്. എന്തായാലും ഈ ഒരു ദിവസം എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല ഗൈസ്. ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള UK വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് ജാലോ മല്ലു സൈനിങ് ഓഫ്. സീ യു ഗൈസ്.